ഇത് പനയാണ് കേട്ടോ, മറ്റേ പന നമ്മൾ ആന. ഹലോ, അസ്സലാമു അലൈക്കും. മൂസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് അറിയോ? ഇതാണ് പന മക്കളെ. ഇതിപ്പോൾ എനിക്കിന്നൊരാൾ എൻ്റെ കൂട്ടുകാരി തന്നതാട്ടോ. അവർക്ക് വേറൊരാൾ കൊടുത്ത ഓൾ എനിക്കും ലേശം തന്നാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് പാടാണ്. അപ്പോൾ ഇത് ഏത് പന? ആനക്ക് പനമ്പട്ട കൊടുക്കൂലേ, ആ പനയാണിത്. പനമ്പട്ട കൊടുക്കുന്നത്. ഞാനിനി ഇത് നല്ലോണം ഒന്ന് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അരച്ചത്. വെള്ളം എടുക്കട്ടെ. ഇങ്ങനെ ഇതാക്കി എടുക്കണം. ഇതിൻ്റെ പൊടിയൊക്കെ താഴോട്ട് പോകും. വെള്ളം ഒഴിക്കും തോറും ഇത് ആന്നും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മളിത് അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അടിയിലെന്തോ ഉണ്ടോ നോക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെ അതങ്ങനെ വെക്കട്ടെ. ഊറുന്ന വരെ വെള്ളം ഇനി ഊറി വരുന്ന വരെ. ഇപ്പം നമ്മൾ പനേൻ്റെത് ഇതാട്ടോ. വെള്ളം തെളിഞ്ഞ് വന്ന് ഇത് ആദ്യത്തെ ഒരു വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞ്. ഇത് രണ്ടാമത്തെ വെള്ളമാണ്. ഇത് ഞാൻ കാട്ടാൻ മറന്നുപോയി. അതാ ഊറ്റിയ വെള്ളമാണ് ഇട്ടത്. ഈ കാണുന്നത് ഇതേപോലെ ഉണ്ടാവും. രണ്ടാമത്തെ വെള്ളം ഇനി ഊറ്റണ്ട. ഇനി ഊറ്റിയിട്ട് നമുക്കിത് എടുത്തിട്ട് വിരക. ഇതാട്ടോ പൊടി. നമ്മൾ പൊടി ഞാൻ ഇനി എടുത്തിട്ട് വെക്കട്ടെ. ഇനി വിരക. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല വിരകിയെടുക്കുന്നുണ്ട്. വെള്ളം പനിയൊക്കെ ഒഴിച്ചിട്ട് വേണം. ഇപ്പം നമ്മൾ പന വിരകാൻ പോകുക കേട്ടോ. പൊടി ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കലക്കിയിട്ട് വേണം അത് അടുപ്പത്ത് വെക്കാൻ. നമ്മൾ ഇതാക്കിയിട്ട് ഇപ്പോൾ നമ്മളിത് വിരക് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം. പന വിരക രസം കൂട്ടിയേക്കട്ടെ. അങ്ങനെ വരകി ഇങ്ങോട്ട് ഇതായി വരും. 2 കല്ല് ഉപ്പും ചേർക്കണം. വെല്ലപ്പനി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടോ. വെല്ലപ്പനിയാണ് ഒഴിച്ചത്. അതായത് ഈ കളറ്. നമ്മൾ നന്നായി വരകി വരും. ഇത് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. കേട്ടോ ഭയങ്കര പാടത് വരക്കി ഉണ്ടാക്കാം. അങ്ങനെ ചോറ് വരിക. വീറുമ്പനാന്ന് അറിയുന്ന കേട്ടോ. നമ്മളെ പനൻ്റെ കട നല്ല മുടിയില്ലേ, ആ മുടിയുള്ള പനയുണ്ട്. വിരകി കഴിയാൻ റബ്ബർ പോലെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഇനി തേങ്ങ ചേർക്കാം കേട്ടോ. നല്ല രസം. തേങ്ങയും ചേർത്തിട്ട് ഒന്നും കൂടി വിരകി കൊടുക്കാം. നമ്മളെ പന വിരകി കഴിഞ്ഞിട്ടത് വരെ പാടത് വിരകിയെടുക്കാൻ. പക്ഷെ നല്ല രസമാണ്. അപ്പം ഇത് ചൂട് കഴിഞ്ഞിട്ട് തിന്നാൽ ഇരിക്കട്ടെ. മൂടി വെക്കട്ടെ.
അപ്പം നമ്മളെ പന വരികയത് കേട്ടോ. കുറച്ചിട്ടിട്ടുള്ളൂ. പന വരികയത് കേട്ടോ.